ഡോക്ടർ ഹൊസെ മാനുവൽ ഡെൽഗാഡോ മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ റിമോട്ട് കൺട്രോളർ കൊണ്ട് നിയന്ത്രിച്ച ഒരു ന്യൂറോ സയന്റിസ്റ്റ്. സാങ്കേതികവിദ്യ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ ഹൊസെ ഡെൽഗാഡോ തനിക്കെതിരെ പാഞ്ഞെടുക്കുന്ന കാളയെ തന്റെ കൈകളിലിരിക്കുന്ന റിമോട്ട് കൺട്രോളർ കൊണ്ട് നിയന്ത്രിച്ചു നിർത്തുന്ന ദൃശ്യങ്ങളാണിവ. 1960കളിൽ ഡെൽഗാഡോ നടത്തിയ മൈൻഡ് കൺട്രോൾ എക്സ്പെരിമെന്റുകളുടെ ഭാഗമാണിത്. പരീക്ഷണത്തിൽ ഡെൽഗാഡോയ്ക്ക് കാളയെ നിയന്ത്രിച്ചു നിർത്താനും വട്ടം കറക്കാനും വശങ്ങളിലേക്ക് ചലിപ്പിക്കാനുമൊക്കെ റിമോട്ടുകൾ കൊണ്ട് സാധിച്ചിരുന്നു. പരീക്ഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇലക്ട്രോഡുകളുമായി ബന്ധിപ്പിച്ച റേഡിയോ ആന്റിനകൾ ശസ്ത്രക്രിയയിലൂടെ കാളയുടെ തലച്ചോറിൽ ഘടിപ്പിച്ചതിനാലാണ് പിന്നീട് തന്നെ കുത്തിമലർത്താനായി തനിക്ക് നേരെ പാഞ്ഞെടുത്ത കാളയെ റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കാൻ ഡെൽഗാഡോയ്ക്ക് സാധിച്ചത്. മസ്തിഷ്കം മറ്റവയവങ്ങളുമായി ആശയവിനിമയം ചെയ്യുന്നതും വിവിധ ശാരീരിക പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതുമൊക്കെ അതിസങ്കീർണമായ വൈദ്യുതി സംവിധാനത്തിലൂടെയാണ്. കൈകാലുകളുടെ ചലനങ്ങൾ, കാഴ്ച, ചിന്തകൾ, വികാരങ്ങൾ, ഓർമ്മകൾ, തീരുമാനമെടുക്കൽ എന്നിവയ്ക്കെല്ലാം നമ്മെ പ്രാപ്തമാക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ അതത് ഭാഗങ്ങളിലുള്ള ന്യൂറോണുകൾ ഉണ്ടാക്കുന്ന വൈദ്യുതി മൂലമാണ്. ഉദാഹരണത്തിന്, നമ്മൾ പ്രശ്നപരിഹാരത്തിനായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ മുൻഭാഗമായ പ്രീഫ്രണ്ടൽ കോർട്ടക്സിലുള്ള ന്യൂറോണുകൾ പ്രവർത്തനക്ഷമമാവുകയും അവ തമ്മിൽ ആശയവിനിമയം നടത്താനായി വൈദ്യുതി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ന്യൂറോണുകൾ ഉണ്ടാക്കുന്ന ഈ വൈദ്യുതിയെ ഇലക്ട്രിക് ഇമ്പൾസുകൾ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകളുടെ ചലനങ്ങൾ പോലെയുള്ള ശരീരത്തിൻ്റെ ചലന പ്രക്രിയകളെ സാധ്യമാക്കുന്നത് നമ്മുടെ തലച്ചോറിലെ മോട്ടോർ കോർട്ടെക്സ്, ഓഡേറ്റ് ന്യൂക്ലിയസ് തുടങ്ങിയ ഭാഗങ്ങളാണ്. നമ്മൾ കാലുകൾ ചലിപ്പിക്കാൻ ഇച്ഛിക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ മോട്ടോർ കോർട്ടെക്സിലുള്ള ന്യൂറോണുകൾ നമ്മുടെ കാലുകളുമായി ആശയവിനിമയം നടത്താനായി ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ഉണ്ടാക്കുകയും അവയെ സ്പൈനൽ കോഡ് വഴി കാലുകളിലേക്ക് അയക്കുകയും ചെയ്യും. സ്പൈനൽ കോഡ് വഴി കാലുകളിലെത്തുന്ന ഇലക്ട്രിക് ഇമ്പൾസുകൾ കാലുകളുടെ പേശികളെ ഉത്തേജിപ്പിക്കുന്നതിനാലാണ് നാം ഇച്ഛിക്കുന്ന മാത്രയിൽ കാലുകൾ ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്.